തൊടുപുഴയിലെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി ബേസിൽ ജോൺ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന മാനിഫെസ്റ്റോ എന്താണ്? ആം ആദ്മി പാർട്ടി മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമായി തന്നെ ജനക്ഷേമകരമായ ഭരണം ആളുകൾക്ക് നൽകുക. അത് ഡൽഹിയിലും പഞ്ചാബിലും ലഭിച്ചതുപോലെ തന്നെ ആളുകൾക്ക് കഴിയാവുന്ന രീതിയിൽ MLA എന്ന് പറയുന്നത് ശരിക്കും ജനത്തിൻ്റെ അധികാരിയല്ല, രാജാവല്ല, ജനസേവകൻ എന്ന് ബഹുമാനായ കേജ്രിവാൾ പറഞ്ഞതുപോലെ ആളുകളെ സേവിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു ജനപ്രതിയായി മുൻപോട്ട് വരിക എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രഥമ ലക്ഷ്യം. അബു ജോൺ ജോസഫിൻ്റെ സ്ഥാനാർത്ഥിത്വം താങ്കൾ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത് ബഹുമാനായ PJ ജോസഫ് തന്നെ KM മാണിയുടെ നിര്യാണത്തിന് ശേഷം ജോസ് കെ മാണി വന്നപ്പോൾ പറയുകയുണ്ടായി, മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്, മക്കൾ രാഷ്ട്രീയം ഈ നാട്ടിൽ നല്ലതാണോ, അല്ലെങ്കിൽ അപ്പൻ്റെ കാലശേഷം മകനാണോ വരണ്ടേ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. ആ പറഞ്ഞതിൽ നിന്ന് ഒറ്റയടിക്ക് വെട്ടിത്തിരിഞ്ഞ് ഇത്തവണ അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ കാലമായി അടിയും പോലീസുകാരുടെ അടിയും കൊണ്ട് പാർട്ടിക്ക് വേണ്ടി KSC മുതൽ യൂത്ത് ഫ്രണ്ട് മുതൽ പ്രവർത്തിച്ച് വന്ന എത്രയോ ആളുകൾ, എണ്ണി പേരെടുത്ത് ഞാൻ പറയാം, തൊടുപുഴ എത്രയോ നേതാക്കന്മാരുണ്ട്, ഇടുക്കി ജില്ലയിൽ എത്രയോ നേതാക്കന്മാരുണ്ട്. അവരെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം പുത്രവാത്സല്യം കൊണ്ട് ഈ മറ്റ് നേതാക്കന്മാരൊക്കെ ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദർശവും രീതികളും മുൻപ് പറഞ്ഞ എല്ലാ കാര്യവും മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം പുത്രവാത്സല്യം കൊണ്ട് സ്ഥാനാർത്ഥിയാക്കുക ചെയ്തത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എത്രയോ ആളുകൾ സ്ഥാനാർത്ഥിമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം 2 സീറ്റ് വിട്ടുകൊടുത്താണ് പുത്രനെ ജയിപ്പിക്കാൻ നോക്കി. ഇടുക്കി സീറ്റ് എല്ലാവർക്കും അറിയാം. ഇടുക്കി സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് മറ്റൊരു സീറ്റ് കൂടി വിട്ടുകൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മകന് വേണ്ടി ഈ സീറ്റ്, അതായത് സ്വാർത്ഥ താല്പര്യത്തോടുകൂടി തൊടുപുഴയിലെ ജനങ്ങളുടെ തലയിലേക്ക് അദ്ദേഹത്തിൻ്റെ മകനെ കെട്ടിവെക്കുകയാണ് ചെയ്തത്. ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയാണ് സംസാരിച്ചത്. അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി.